Dear students, നമ്മുടെ റേ ഓപ്റ്റിക്സിൽ മൂന്നാമത്തെ സെക്ഷനിൽ ഏറ്റവും അവസാനം പഠിപ്പിച്ച് നിർദ്ദേശിച്ച ടോപ്പിക്ക് സ്നെൽസ് ലോ ഇൻ റിഫ്രാക്ഷൻ ആണ്. അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നുകൂടെ മനസ്സിലാക്കി വെക്കുക. രണ്ട് രീതിയിൽ പറയാം. പ്രോഡക്റ്റ് ഓഫ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആൻഡ് സൈൻ ഓഫ് ദി ആംഗിൾ ഇൻ വൺ മീഡിയം is equal to product of the refractive index and sine of the angle in the second medium. നമുക്ക് ഇങ്ങനെ പറയാം, n1 sin i, ഈ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n1 ആണ്, ഈ മീഡിയത്തിൻ്റെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് i ആണ്. അപ്പോൾ n1 sin i is equal to n2 sin r, or sin i by sin r is equal to n2 by n1. നമ്മൾ എഴുതുന്നത് n21 എന്നാണ്. എന്നുവെച്ചാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി സെക്കൻഡ് മീഡിയ വിത്ത് റെഫറൻസ് ടു ഫസ്റ്റ് മീഡിയ. Or in other ways, it is defined as the ratio speed of light in medium 1 to the speed of light in medium 2. ഇതാണ് നമ്മൾ സ്നെൽസ് ലോയുടെ ഒരു സ്റ്റേറ്റ്മെന്റ്. ഇനി സ്നെൽസ് ലോയുടെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, സ്നെൽസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ratio of the sine of the angle of incidence to the sine of the angle of refraction is a constant for a particular pair of media and for a particular color of light. അപ്പോൾ രണ്ട് രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇനി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നെ രണ്ട് രീതിയിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. അത് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പോൾ ഇത് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. ഇപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വൺ മീഡിയം വിത്ത് റെഫറൻസ് ടു ദ സെക്കൻഡ് മീഡിയം. ഇനി ലൈറ്റ് പോകുന്നത് എയർ അല്ലെങ്കിൽ വാക്വത്തിൽ നിന്നാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നത് അബ്സലൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. അതായത് എയർ അല്ലെങ്കിൽ വാക്വം ആയിട്ട് മീഡിയം 1 വരികയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നത് അബ്സലൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പോൾ അബ്സലൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അപ്പോൾ രണ്ട് രീതിയിലുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉണ്ട്. വൺ ഈസ് എ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അതിൻ്റെ ഡെഫിനിഷൻ പറയുന്നത് n21 is equal to n2 divided by n1, refractive index of medium 2 with reference to medium 1. അതിനെ നമുക്ക് വിളിക്കുന്നത് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഒന്നോട് ബന്ധപ്പെടുത്തി പറയുന്നതിന് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. സെക്കൻഡ് ഈസ്, ഇത് നമ്മൾ പറയുന്നത് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം 1 ടു ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം 2. ഇനി അബ്സലൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. പറയാൻ നേരത്ത് ലൈറ്റ് പോകുന്നത് എയർ അല്ലെങ്കിൽ വാക്വത്തിൽ നിന്നാണ്. ഇവിടുത്തെ സ്പീഡ് സി ആണ്. നമ്മുടെ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ അല്ലെങ്കിൽ വാക്വത്തിലെ റെപ്രസെന്റേഷൻ സി ആണ്. ഇവിടുത്തെ സ്പീഡ് ബി ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n1, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n2. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് അബ്സലൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് μ2 അല്ലെങ്കിൽ n21 is equal to n2 divided by n1 is equal to sin i divided by sin r is equal to v divided by c. ഇതിന് മാറ്റമില്ല, കാരണം ഇതിൻ്റെ മീഡിയം ഇവിടെ അങ്ങനെയല്ല. മീഡിയം ഗ്ലാസ് ടു വാട്ടർ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഫൈബർ ടു വാട്ടർ ഒക്കെ മാറുന്നതനുസരിച്ച് ഇതിൻ്റെ വാല്യൂസ് മാറിക്കൊണ്ടിരിക്കും. ഗ്ലാസ് ടു അല്ലെങ്കിൽ എയർ ടു ഗ്ലാസ്, എയർ ടു വാട്ടർ. ഇപ്പോൾ വാട്ടറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പറയുമ്പോൾ ഒരു മീഡിയം നമ്മൾ എയർ ആയിട്ട് എടുക്കുന്നത്. ഇപ്പോൾ ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പറയുമ്പോൾ ഒരു മീഡിയം നമ്മൾ എയർ ആയിട്ട് എടുക്കുന്നത്. അങ്ങനെ പറയുന്നതിനാണ് നമ്മൾ അബ്സലൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇനി രണ്ട് മീഡിയത്തിൻ്റെ സ്പീഡ് തമ്മിലുള്ള കമ്പാരിസൺ ആണ് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നതിൽ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇനി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്തെല്ലാം കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യും എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്.
1 എന്ന് പറയുന്നത് നേച്ചർ ഓഫ് ദ മീഡിയം. ഇപ്പം എയർ ടു ഗ്ലാസ് അല്ലെങ്കിൽ എയർ ടു വാട്ടർ, അപ്പോൾ ആ മീഡിയത്തിന് ഡിപ്പെൻഡ് ചെയ്യും. നേച്ചർ ഓഫ് ദ മീഡിയം ആണ് ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. സെക്കൻഡ് ഫാക്ടർ എന്ന് പറയുന്നത് wavelength of light. Wavelength of light. Wavelength കുറയുന്നതനുസരിച്ച് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടും. അതിനൊരു ഫോർമുല ഉണ്ട്, കോഷിയസ് ഫോർമുല എന്ന് പറയുന്ന കോഷിയസ് ഫോർമുല. n is equal to a plus p by lambda square c by lambda raised to 4 etc. അതിൽ എയും ബിയും സിയും ഒക്കെ പറയുന്നത് അത് ഇൻഫിനിറ്റി നമ്പർ ഓഫ് സീരീസ് ആണ്. അപ്പോൾ അതിന് കോഷിയസ് കോൺസ്റ്റന്റ് എന്നാണ് പറയുന്നത്. ലാംഡ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ആണ്. അപ്പോൾ ഈ ഫോർമുല നമുക്ക് നോക്കി അറിയാം. ലാംഡ കംസ് ഇൻ ദ ഡിനോമിനേറ്റർ. അപ്പോൾ വേവ് ലെങ്ത് കുറയുന്നതനുസരിച്ച് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിക്കഴിഞ്ഞാൽ വേഗത കുറയും. ഇപ്പോൾ ഗ്ലാസ്സിലൂടെ വയലറ്റിനാണോ റെഡിനാണോ സ്പീഡ് കൂടുതൽ? അപ്പോൾ നിസ്സംശയം പറയാം, കാരണം റെഡിൻ്റെ വേവ് ലെങ്ത് കൂടുതലാണ്. റെഡിൻ്റെ വേവ് ലെങ്ത് കൂടുന്നതനുസരിച്ച് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറയും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവാണെങ്കിൽ അതിൻ്റെ വേഗത കൂടുതലായിരിക്കും. അപ്പോൾ സ്പീഡ് ഓഫ് റെഡ് VR ഗ്രേറ്റർ ദാൻ സ്പീഡ് ഓഫ് ബ്ലൂ ലൈറ്റ്, അല്ലെങ്കിൽ സ്പീഡ് ഓഫ് റെഡ് ഗ്രേറ്റർ ദാൻ സ്പീഡ് ഓഫ് വയലറ്റ് ലൈറ്റ്. അപ്പോൾ നമുക്ക് അത് ഈ ഫോർമുല വെച്ച് പറയാം. അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. നേച്ചർ ഓഫ് ദ മീഡിയത്തെ ഡിപ്പെൻഡ് ചെയ്യും, വേവ് ലെങ്ത് ഓഫ് ദ ലൈറ്റ്. ഈ തേർഡ് ടെമ്പറേച്ചർ. അപ്പോൾ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറയും. അപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ചോദിച്ചു കഴിഞ്ഞാൽ നേച്ചർ ഓഫ് ദ മീഡിയം ഉണ്ട്, വേവ് ലെങ്ത് ഓഫ് ദ ലൈറ്റ് ഉണ്ട്. ആ ഫോർമുല എന്നുള്ളത് കോഷിയസ് ഫോർമുല എന്നാണ്. CAUCHY'. അപ്പോൾ ഈ ഫോർമുലയിൽ വേവ് ലെങ്ത് ഡിനോമിനേറ്ററിലാണ് വരുന്നത്. ഇപ്പോൾ വേവ് ലെങ്ത് കുറയുന്നതനുസരിച്ച് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടും, അല്ലെങ്കിൽ വേവ് ലെങ്ത് കൂടുന്നതനുസരിച്ച് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറയും. അപ്പോൾ ഈ ഫോർമുല ഓർത്തിരുന്നേക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് എന്നുള്ളത് സക്സസീവ് റിഫ്രാക്ഷൻ. സക്സസീവ് റിഫ്രാക്ഷൻ. ഇപ്പം നമ്മൾ ഒരുപാട് മീഡിയം കാണിക്കാം. ഇപ്പം നമ്മൾ രണ്ട് ഡിഫറെൻ്റ് മീഡിയം എടുത്തേക്കാണ്. ഇവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N2 ആണ്, ഇവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N3 ആണ്. ഇത് എയർ ആണ്. എയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്ക് N1 ആയിട്ട് എടുക്കാം. ഇതും എയർ തന്നെയാണ്. ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1. ഒരു ലൈറ്റ് നമുക്ക് ഇൻസിഡന്റ് ലൈറ്റ് കാണിക്കാം. ഇത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇത് നമുക്ക് I1 എന്ന് കൊടുത്തേക്കാം. ഇത് I എന്ന് കൊടുത്തേക്കാം. ഇത് R1, ഇതിവിടെ I1, ഇത് R2, ഇത് I2. ഇത് ആംഗിൾ ഓഫ് എമർജൻസ്. നമുക്ക് E എന്ന് വേണമെങ്കിൽ കൊടുക്കാം, ഇങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ കേസ് നോക്കുക. ലൈറ്റ് ഈസ് ഗോയിങ് ഫ്രം എയർ ടു ദ മീഡിയം ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N2 ആണ്. അപ്പോൾ അവിടുത്തെ ലോ പറയുന്നത് സൈൻ I ഡിവൈഡഡ് ബൈ സൈൻ R1 is equal to N. ഇവിടെ നോക്കുക, N2 divided by N1. N2 divided by N1. Equation number 1 എന്ന് നോക്കിയേക്കാം.
ഇനി രണ്ടാമത്തെ കേസിൽ മീഡിയം 2 നിന്ന് മീഡിയം 3 പോകുന്നത്. സൈൻ I1 ഡിവൈഡഡ് ബൈ സൈൻ R2 is equal to N3 divided by N2. ഇനി ഇവിടെ നോക്കുക, മീഡിയം 3 നിന്നാണ് മീഡിയം 1 വീണ്ടും പോകുന്നത്. അപ്പോൾ സൈൻ I2 ഡിവൈഡഡ് ബൈ സൈൻ E is equal to N1 divided by N3. ഇനി ലോ ഓഫ് സക്സസീവ് റിഫ്രാക്ഷൻ പറയുന്നത്, ആഫ്റ്റർ എ സക്സസീവ് റിഫ്രാക്ഷൻ ഇഫ് ദ ലൈറ്റ് ഗോസ് ഇൻ ടു ദ സെയിം മീഡിയം, ഒരേ മീഡിയത്തിലോട്ടാണ് പോകണമെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് എമർജൻസ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രോഡക്റ്റ് ഒന്ന് എടുത്തേക്കാം. സൈൻ I divided by sin R1 into sin I1 divided by sin R2 into sin I2 divided by sin E. ഇനി രണ്ട് രീതിയിൽ പറയാം. ഇതിപ്പോൾ നമ്മൾ ഗുണിച്ച് കഴിഞ്ഞാൽ N2 by N1 into N3 by N2 into N1 by N3. അപ്പോൾ ഇത് ടേംസ് എല്ലാം 1 ആയിട്ട് വരും. അല്ലെങ്കിൽ നമുക്ക് പറയാം സൈൻ I ഈക്വൽ ടു, ഈ സൈൻ R1ഉം സൈൻ I1ഉം ഈക്വലാണ്, ഇത് തമ്മിൽ ഈക്വലാണ്. സൈൻ R2ഉം സൈൻ I2ഉം ഈക്വലാണ്, ഇനി ഇത് തമ്മിൽ ഈക്വലാണ്. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ പ്രൂവ് ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്ത് കാണിക്കാം, സൈൻ I ഇസ് ഈക്വൽ ടു സൈൻ E എന്ന് കാണിക്കാം, ഇങ്ങനെ കാണിക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെ പ്രോഡക്റ്റുകൾ ഇസ് ഈക്വൽ ടു 1 എന്ന് കാണിക്കാം. അപ്പോൾ രണ്ട് രീതിയിൽ പറയാം. വി ക്യാൻ പ്രൂവ് ദാറ്റ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് എമർജൻസ്. ഇനി രണ്ടാമത്തെ കാര്യം, അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഒന്ന് പ്രൂവ് ചെയ്തു, I ഇസ് ഈക്വൽ ടു E എന്ന് പ്രൂവ് ചെയ്യാം. രണ്ട്, ഇത് നമുക്ക് എങ്ങനെ എഴുതുന്ന N21 ഈക്വൽ ടു, ഇതെങ്ങനെ എഴുതുന്ന N32, ഇത് N13 ഈക്വൽ ടു 1. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം N32 ഇസ് ഈക്വൽ ടു 1 by N21 into N13 ഈക്വൽ ടു, ഈ N13 മുകളിലോട്ട് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം N31 ഡിവൈഡഡ് ബൈ N21. ഇതൊന്ന് ഓർത്തിരുന്നേക്കാം. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞു തരാം. ഇതിങ്ങനെ വായിക്കുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു വാട്ടർ. Refractive index of glass with respect to water is equal to refractive index of glass with respect to air divided by refractive index of water with respect to air. ഈ ഫോർമുല വെച്ച് N32 is equal to N31 divided by N21. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, refractive index of glass with reference to water is equal to refractive index of glass with reference to air divided by refractive index of water with reference to air. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ NGA is equal to 3/2 ആണ്. NWA is equal to 4/3 ആണ്. എങ്കിൽ what is NGW? അപ്പോൾ അതിൻ്റെ ആൻസർ ചെയ്യാനായിട്ട് NGW ഇസ് ഈക്വൽ ടു, ഈ ഫോർമുല ഓർത്തിരുന്നാൽ മതി, 3/2 ഡിവൈഡഡ് ബൈ 4/3 ഇസ് ഈക്വൽ ടു 9/8 എന്ന് കിട്ടും. വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. അതിൻ്റെ ആൻസറും അതനുസരിച്ച്, ഇത് ഇതിനു മുമ്പ് പലവട്ടമായിട്ട് പരീക്ഷയ്ക്ക്, ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ്
ടോപ്പിക് ഇവിടെ വരുന്നത് എക്സ്പ്രഷൻ ഫോർ അപ്പാരന്റ് ഡെത്ത്. എക്സ്പ്രഷൻ ഫോർ അപ്പാരന്റ് ഡെപ്ത് അത് വളരെ നിങ്ങൾ നാച്ചുറലായിട്ട് കാണുന്ന ഒരു കാര്യമാണ്. ഇത് ഒരു ഗ്ലാസ് നമുക്ക് വെള്ളം എടുത്തിട്ട് അതിലേക്കൊരു കോയിൻ എടുത്തിടാന്നുണ്ടെങ്കിൽ ആ കോയിൻ നിങ്ങൾ ഉയർന്നിരിക്കുന്നതായിട്ട് തോന്നും. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ നോക്കണം, നമ്മുടെ കണ്ണ് ഈ വെള്ളത്തിലൂടെ ആ കോയിനിലേക്ക് ചെല്ലണം, സൈഡിലൂടെ. ഇങ്ങനെ നമുക്ക് നോക്കാൻ ഒരു പോണ്ടിൻ്റെ അടുത്തൊന്നും പറ്റത്തില്ല. ഒരു തടാകത്തിൻ്റെ അടുത്ത് നമ്മൾ നിൽക്കാന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളിൻ്റെ അവിടെ നിൽക്കാന്നുണ്ടെങ്കിൽ സ്വിമ്മിംഗ് പൂളിൻ്റെ ആഴം കുറവാണെന്ന് തോന്നുകയും ചെയ്യും, നമ്മൾ അതിനകത്തേക്ക് എടുത്ത് ചാടുകയും ചെയ്യും. അപ്പോൾ മുങ്ങിപ്പോകുന്ന അവസ്ഥ പലർക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതേ പ്രതിഭാസം തന്നെയാണ് ഈ റിഫ്രാക്ഷൻ മൂലം അതിൻ്റെ ആഴം കുറവായിട്ട് തോന്നും. അല്ലെങ്കിൽ വേറൊന്നും വേണ്ട, നിങ്ങളുടെ വീട്ടിൽ പ്ലാസ്റ്റിക് ബോട്ടിലുണ്ട്, ആ പ്ലാസ്റ്റിക് ബോട്ടിൽ വെള്ളം എടുക്കുക, അതിൻ്റെ ക്യാപ്പ് നല്ലോണം അടക്കുക, എന്നിട്ട് നിങ്ങൾ വായിക്കുന്ന പുസ്തകത്തിൻ്റെ ലെറ്റേഴ്സിൻ്റെ മുകളിൽ കൊണ്ട് വെച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ലെറ്റേഴ്സ് എല്ലാം ഉയർന്നു നിൽക്കുന്നതായിട്ട് തോന്നും. അതൊക്കെ നമുക്ക് തോന്നലാണ്. ആ പ്രതിഭാസം റിഫ്രാക്ഷൻ മൂലമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കുന്നത്? നമുക്ക് കാണുന്ന ആഴം എത്രയാണെന്ന് നോക്കുക. ഇത് തന്നെയാണ് ചില സമയത്തൊക്കെ നമ്മൾ ഈ തെറ്റാൽ മീൻസ് അമ്പും വില്ലും ഉപയോഗിച്ച് നമ്മൾ മീനിനെ പിടിക്കാനൊക്കെ പോകുന്നവരെ കണ്ടു കാണും. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഫിഷ് ഇരിക്കുന്നത് ഡെൻസർ മീഡിയത്തിലാണ്, മീൻസ് വെള്ളത്തിലാണ്. ആ വെള്ളത്തിൽ നിന്നുള്ള റേയാണ് നമ്മുടെ കണ്ണിൽ, എയറിൽ നിൽക്കുന്ന നമ്മുടെ കണ്ണിൽ വന്ന് വീഴുന്നത്. അപ്പോൾ നമുക്ക് ഒന്ന് വരച്ച് നോക്കാം. ഇതാണ് റേ വരുന്നത്. ഇവിടെ നമുക്ക് നോർമൽ വരക്കണം. അപ്പോൾ ഈ റേ ഇവിടെ നിന്ന് പോകുന്നത് ഡെൻസർ മീഡിയത്തിൽ നിന്ന് റയറർ മീഡിയത്തിലോട്ടാണ്. ഇപ്പോൾ ഡീവിയേറ്റ് അല്ലെങ്കിൽ ബെൻഡ് എവേ ഫ്രം ദ നോർമലാണ്. ഇവിടുന്ന് ചരിഞ്ഞ് ഇവിടെ വന്ന് ഇവിടെ നിൽക്കുന്ന നമ്മുടെ കണ്ണിൽ വന്ന് വീണു. അപ്പം നമുക്ക് തോന്നുന്നത് ഈ ഫിഷിൻ്റെ പൊസിഷൻ ഇവിടെ ആയിട്ടേ കാണത്തുള്ളൂ. ഇതാണ് യഥാർത്ഥ പൊസിഷൻ എന്ന് വിചാരിച്ച് നമ്മൾ അമ്പ് അയക്കുകയാണെങ്കിൽ, ആരോ അയക്കുകയാണെങ്കിൽ ആ ആരോ ഇങ്ങനൂടെ കടന്നു പോകത്തേ ഉള്ളൂ. ഈ ഫിഷിനിട്ട് കൊള്ളത്തില്ല. ആ ഫിഷ് നിങ്ങളെ നോക്കി ചിരിച്ചിട്ട് ഓടിക്കളയുകയും ചെയ്യും. അപ്പോൾ ആ പ്രതിഭാസം റിഫ്രാക്ഷൻ മൂലമാണ് ഉണ്ടാകുന്നത്. ഇനി എക്സ്പീരിയൻസ്ഡ് ആയി കഴിയുമ്പോൾ, ഇങ്ങനെ സ്ഥിരമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് കിട്ടാതാകുമ്പോൾ എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ച് പ്രാക്ടീസ് ഉള്ള ഫിഷർമെനൊക്കെ കാണുന്ന പൊസിഷൻ എന്താണോ അതിനെ തൊട്ട് താഴെ നോക്കിയിട്ടേ അമ്പ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അത് തീർച്ചയായിട്ടും ഫിഷ് നമുക്ക് കിട്ടും. അപ്പോൾ ഈ പ്രതിഭാസമാണ് നമുക്ക് റിഫ്രാക്ഷൻ മൂലമാണ് ഉണ്ടാകുന്നത്. അതിൻ്റെ എക്സ്പ്രഷനാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് 2 മാർക്കിനായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതിനു വേണ്ടി ഒരു ഡയഗ്രാം വരയ്ക്കണം. ഇവിടെയാണ് ഒബ്ജക്റ്റ്, അല്ലെങ്കിൽ യഥാർത്ഥ ആഴം ഇവിടെയാണ്. ഇവിടെ നിന്നുള്ള റേ ഓഫ് ലൈറ്റ്, ഇങ്ങനെ പോകുന്ന റേ ഓഫ് ലൈറ്റ് യാതൊരുവിധ ഡീവിയേഷൻ ഇല്ലാതെ നോർമലായിട്ട് കടന്നു പോകും, നേരെ മേലോട്ട് കടന്നു പോകും. ഇനി ഇവിടെ നമുക്കൊരു ചരിച്ച് ഒരു റേ ഓഫ് ലൈറ്റ് കാണിക്കാം. ഇതാണ് ചരിഞ്ഞ് വരുന്ന റേ ഓഫ് ലൈറ്റ്. ഇവിടെ നമുക്ക് നോർമൽ കാണിക്കാം. ഇവിടുന്ന് ലൈറ്റ് ബെൻഡ് എവേ ഫ്രം ദ നോർമലാണ്. ഇവിടെ വന്ന് നമ്മുടെ കണ്ണിൽ വന്ന് വീഴുകയാണ്. അപ്പം നമ്മൾ കാണുന്ന പൊസിഷൻ നമുക്ക് ഇങ്ങോട്ട് റീട്രേസ് ചെയ്യാം. ഇതാണ് നമ്മൾ. അപ്പം നമുക്ക് സിമ്പിൾ കൊടുക്കാം. എ കൊടുക്കാം, ബി കൊടുക്കാം, സി കൊടുക്കാം. ഇവിടെ സിമ്പിൾ ഞാൻ ഐ ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് എങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. എങ്ങനെ ഞാൻ ഒരു സി ആയിട്ട് കൊടുക്കുന്നു.
ഇനി ഈ ആഴം ഇതാണ് അതിൻ്റെ അപ്പാരന്റ് ഡെപ്ത്, ഇതാണ് അതിൻ്റെ ഒറിജിനൽ ഡെപ്ത് ഡി. ഈ ആംഗിള് ഐ ആയിട്ട് എടുക്കാം, ഈ ആംഗിള് ആറ്. ഇനി ആൾട്ടർനേറ്റീവ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇത് ഐ ആണെങ്കിൽ ഈ ആംഗിളും ഐ തന്നെയാണ്, ഈ ആംഗിള് ആറാണ്. അപ്പൊ നമുക്ക് ഫോർമുല ഒന്ന് എഴുതി നോക്കാം. സൈൻ ഐ, ഇപ്പൊ ഇവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്ക് n2 ആയിട്ട് കൊടുക്കാം, ഇതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n1 ആയിട്ട് കൊടുക്കാം. അപ്പൊ ഇവിടെ സൈൻ ഐ is equal to opposite side AB divided by OB. Sin I is equal to AB divided by OB. ഇനി sin R is equal to അത് ഇതുപോലെ തന്നെ AB divided by CB. ഇനി നമുക്ക് സൈൻ ഐ, ഇവിടെ പ്രോഡക്റ്റ് ഓഫ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇൻറ്റു സൈൻ ഓഫ് ദി ആംഗിൾ റിമെയിൻ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റേഷ്യോ ഒന്ന് എടുക്കാം. സ്നെൽസിന്റെ സ്റ്റേറ്റ്മെന്റ് വെച്ച് ഇവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n2 ആണ്. അപ്പോൾ n2 ഇൻറ്റു ഇവിടുത്തെ ആംഗിൾ ഐ ആണ്, ഇവിടുത്തെ ആംഗിളാണ് ആർ എന്നുള്ളത്. അപ്പൊ n1 ഇൻറ്റു സൈൻ ആർ. അപ്പൊ നമുക്ക് n2 ബൈ n1 is equal to സൈൻ ആർ ഡിവൈഡഡ് ബൈ സൈൻ ഐ. ഇപ്പൊ സൈൻ ഐ ഇവിടെ എ ബി ക്യാൻസൽ ആയി പോകും. സൈൻ ആർ അപ്പൊ നമുക്ക് ഇങ്ങനെ റേഷ്യോ വരും ഒ ബി ഡിവൈഡഡ് ബൈ സി ബി. ഇനി ശ്രദ്ധിക്കുക, ഈ ബി എന്ന് പറഞ്ഞ പോയിന്റ് നമ്മൾ എയോട് അടുത്താണ് ഇരിക്കുന്നത്. കാരണം ആംഗിൾസ് എല്ലാം വളരെ ചെറുതായിട്ടാണ് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ അത് നമ്മൾ ഈ ആംഗിൾസ് വളരെ ചെറുതാണെങ്കിൽ നമുക്ക് എയും ബിയും അടുത്തടുത്തായതുകൊണ്ട് ബിക്ക് പകരം എ കൊടുക്കാം. അപ്പൊ നമുക്ക് ഇതിന് പകരം ഒ എ കൊടുക്കാം, ഇതിന് പകരം സി എ കൊടുക്കാം. ഇനി ഒ എക്ക് പകരം നമുക്ക് ഡി കൊടുക്കാം, ഇനി സി എക്ക് പകരം സ്മോൾ ലെറ്റർ ഡി കൊടുക്കാം. ഇനി നമുക്ക് n2 ബൈ n1 എന്താന്ന് നോക്കാം. ഇത് n21 ആണ്. n21 is equal to d divided by d, അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ d is equal to ക്യാപിറ്റൽ ലെറ്റർ d divided by n21. അപ്പാരന്റ് ഡെപ്ത് കാണാനായിട്ട് യഥാർത്ഥ ആഴത്തിന് ആ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയം വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഇനി എത്ര ഉയർന്നാണ് ഈ ലെറ്റർ നിൽക്കുന്നത്, ഷിഫ്റ്റ് ഇൻ പൊസിഷൻ ഓഫ് ദ ഇമേജ്. താഴെ ഇരിക്കുന്ന ഓബ്ജക്റ്റ് എന്തുമാത്രം ഉയർന്നാണ് നിൽക്കുന്നത് കാണാനായിട്ട് ഷിഫ്റ്റ് ഇൻ പൊസിഷൻ. S is equal to d minus d എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതും d minus d by n21. അപ്പോൾ d into 1 minus n21. ഇതാണ് എത്ര ഉയർന്നാണ് നിൽക്കുന്നത്. ഒരു ഗ്ലാസ് സ്ലാബ് വെച്ചിട്ട് ലെറ്റേഴ്സ് എത്ര താഴെയാണ് കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്മോൾ ലെറ്റർ d കണ്ടാൽ മതി. എത്ര ഉയർന്നാണ് നിൽക്കണം ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫോർമുല ഉപയോഗിച്ച് കാണണം. ഇതാണ് എക്സ്പ്രഷൻ ഫോർ അപ്പാരന്റ് ഡെപ്തിന്റെ ഫോർമുല. ഇനി നമുക്ക് മറ്റൊരു പ്രതിഭാസത്തെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറയാൻ പോണത്. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. അതായത് നല്ല ടാറിട്ട റോഡിലൂടെ
നല്ല പോളിഷ്ഡ് ആയിട്ടുള്ള പ്രത്യേകിച്ച് ഹൈവേയിലൂടെ നമ്മൾ പോവുകയാണെങ്കിൽ നട്ടുച്ചയ്ക്ക് വളരെ അകലത്തിൽ റോഡിൽ വെള്ളം കിടക്കുന്നതായിട്ടും ആ വെള്ളത്തിൽ പോകുന്ന വാഹനത്തിൻ്റെ ഇൻവെർട്ടഡ് ഇമേജ് നമുക്ക് കാണാൻ പറ്റും. അത് മിക്കവാറും എല്ലാ കുട്ടികളും കാണുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി ഇപ്പോൾ പല വീടുകളിലും ഇല്ലാത്തൊരു കാര്യമാണ്, മെഴുകുതിരിയാകുമ്പോൾ അത്ര കരി ഉണ്ടാകത്തില്ല, മണ്ണെണ്ണ വിളക്കാകുമ്പോൾ നല്ല കരി ഉണ്ടാവും. അപ്പം കരിയുള്ള മണ്ണെണ്ണ വിളക്കിൽ പെൻസിലോ പേനയോ ഒന്ന് കാണിക്കുക. അപ്പം നല്ല കരി അതിൽ വരും. ആ കരിയുള്ള ഭാഗം നമ്മൾ വെള്ളത്തിൽ ഇറക്കി വെക്കാമെന്നുണ്ടെങ്കിൽ ആ ഇറക്കി വെച്ച ഭാഗത്ത് ഇങ്ങനെ വെട്ടിത്തിളങ്ങുന്നതായിട്ട് കാണാൻ പറ്റും. നമ്മൾ ഇപ്പം കാണുന്ന വേറെ പ്രതിഭാസം പറയുന്നത് കോൾഡ് കൺട്രീസിൽ മാത്രമേ കാണാൻ പറ്റുന്നതാണ്. ഇനി സൈക്കിളിൻ്റെ പുറയിൽ അതും ഇപ്പോൾ പലരും ഉപയോഗിക്കുന്നില്ല എങ്കിലും ഒരു റിഫ്ലക്ടർ പിടിപ്പിച്ചിട്ടുണ്ടാവും, ബൈസൈക്കിൾ റിഫ്ലക്ടർ. ആ റിഫ്ലക്ടറിലും ലൈറ്റ് വന്ന് വീണ് കഴിഞ്ഞാൽ അതിങ്ങനെ വെട്ടിത്തിളങ്ങുന്നതായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് നിങ്ങൾ കേട്ട് കാണും, OFC ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ. മിക്കവാറും വീടുകളിൽ കേബിൾ കണക്ഷനൊക്കെ ഉണ്ടെങ്കിൽ നെറ്റ് കണക്ഷൻ ഒപ്റ്റിക്കൽ ഫൈബർ വെച്ചിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ബ്രേക്ക് ഒന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് ഇൻ്റർനെറ്റൊക്കെ ഉപയോഗിക്കാൻ പറ്റും. എൻഡോസ്കോപ്പി, പിന്നെ കീ ഹോൾ സർജറി. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ പറയുന്ന പ്രതിഭാസമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ഇനി നമ്മൾ വിൻ്റർ പ്ലേസിലാണെങ്കിൽ വളരെ അകലത്തിൽ ഇരിക്കുന്ന ഒരു കപ്പൽ എയറിൽ തല കീഴായിട്ട് തൂങ്ങിക്കിടക്കാനായിട്ട് തോന്നും. അങ്ങനെയുള്ള പ്രതിഭാസങ്ങൾ നമുക്ക് ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് കാണാൻ പറ്റും. ആ പ്രതിഭാസത്തിൻ്റെ പ്രിൻസിപ്പിളാണ് ഇനി ഞാൻ പറയാൻ പോണത്. ആ പ്രതിഭാസത്തിൻ്റെ പേര് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഷോർട്ട് ഫോം ആയിട്ട് പറയുന്നത് TIR, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. അപ്പൊ ഇതിന്റെ രണ്ട് കണ്ടീഷൻ ഉണ്ട്. അതായത് ഒന്നാമത്തെ കണ്ടീഷൻ ഇതാണ്, ആംഗിൾ ഓഫ് ഓബ്ജക്റ്റ് ഷുഡ് ബി ലൊക്കേറ്റഡ് ഇൻ ദ ഡെൻസർ മീഡിയം, അല്ലെങ്കിൽ ലൈറ്റ് മസ്റ്റ് ഗോസ് ഫ്രം ഡെൻസർ മീഡിയം ഇൻറ്റു റയറർ മീഡിയം. രണ്ടാമത്തെ കണ്ടീഷൻ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ. അതെന്താണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ എന്താ? ലൈറ്റ് മസ്റ്റ് ഗോസ് ഫ്രം ഡെൻസർ മീഡിയം ഇൻറ്റു റയറർ മീഡിയം. സെക്കൻഡ് കണ്ടീഷൻ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ. ഇനി എന്താണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് നമുക്ക് നമുക്കൊന്ന് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഒന്ന് കാണിച്ചു തരാം. ഇതൊരു സോഴ്സ് ഓഫ് ലൈറ്റ് ആണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും, ലേസർ ലൈറ്റ് ആണ്. ഇത് ബോട്ടിൽ ഗ്ലാസ് കണ്ടെയ്നിങ് വാട്ടർ ആണ്. അപ്പം ഇതിൽ നമ്മൾ ഇങ്ങനെയാണ് ലൈറ്റിനെ വിടുന്നെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് ഈ വെള്ളത്തിലൂടെ പാസ് ചെയ്ത് അപ്പുറത്തെ ഭിത്തിയിൽ വന്ന് പതിക്കുന്നുണ്ട്. ഇനി ഇത് ചരിച്ച് സർഫസിലാണ് വരുന്നതെങ്കിൽ ഇത്രയും വരെ നിങ്ങൾക്ക് കാണാൻ പറ്റും, മുകളിൽ വന്ന് പതിക്കുന്നുണ്ട്. എന്താ മുകളിൽ വന്ന് പതിക്കുന്ന കാണാൻ പറ്റും. പക്ഷേ ഒരു പ്രത്യേക ആംഗിളിലാണ് വന്ന് സർഫസിലൊന്ന് വീഴുന്നെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നേരെയല്ല, ഇത് അകത്ത് ഒരു പ്രത്യേക അവിടെ ചെന്നിട്ട് ആ വെള്ളത്തിലോട്ട് തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് പോവുക, വെള്ളത്തിലോട്ട് തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് പോവുക, റിഫ്രാക്ഷൻ അവിടെ നടക്കുന്നില്ല. അപ്പോൾ ലൈറ്റ് ആ മീഡിയത്തിലോട്ട് തന്നെ തിരിച്ചു വരികയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് കണ്ടീഷൻ എന്ന് പറഞ്ഞു നോക്കാം. ഇത് വെള്ളമാണെന്നിരിക്കട്ടെ, ഓബ്ജക്റ്റ് ഇവിടെ ഇരിക്കുകയാണ്, ഇതാണ് ഓബ്ജക്റ്റ്. ഓബ്ജക്റ്റിൽ നിന്ന് ഒരു റേ നോർമലായിട്ട് വന്ന് പതിച്ചു, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 0 ആണ്, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 0 ആണ്. ഇനി ആ റേ വേറൊരു ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വന്ന് പതിക്കുകയാണെങ്കിൽ
ഡീവിയേറ്റ് എവേ ഫ്രം ദ നോർമൽ ആണ്. ഐ ഇത് കാണിക്കാം, ഇത് ആർ കാണിക്കാം. ഇനി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും കൂടുന്നതായിട്ട് കാണാം. ഇനി ഏതൊരു പ്രത്യേക ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ ആ റിഫ്രാക്റ്റഡ് റേ മെർജസ് ത്രൂ ദി സർഫസ് ആണ്. ഇനി വീണ്ടും നമ്മൾ ആ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനേക്കാൾ കൂടുതലായിട്ടാണ് ഇവിടെ പതിക്കണമെങ്കിൽ ആ റേ പിന്നെ റിഫ്രാക്ഷൻ നടത്തത്തില്ല, അതേ മീഡിയത്തിലോട്ട് തന്നെ റിഫ്ലക്ട് ചെയ്ത് വരും. ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസിന് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇവിടെ 90 ഡിഗ്രിയാണ്. ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ ആംഗിൾ. അപ്പൊ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്ന് നോക്കുക. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻ ദ ഡെൻസർ മീഡിയം അറ്റ് വിച്ച് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് 90 ഡിഗ്രി. അപ്പൊ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം. ക്രിട്ടിക്കൽ ആംഗിൾ ഈസ് ഡിഫൈൻഡ് ആസ് ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻ ദ ഡെൻസർ മീഡിയം at which angle of refraction in the rarer medium is 90 degree. ഇനി നമുക്ക് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ നോക്കാം. when the object is placed in the optically denser medium, when the object is placed in the optically denser medium and if the angle of incidence is greater than the critical angle, then the ray of light get reflected back to the denser medium. When the object is placed in the optically denser medium and if the angle of incidence is greater than the critical angle, then the ray of light gets reflected back to the denser medium. This phenomenon is known as total internal reflection. രണ്ട് കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കിയേക്കാം. One is critical angle, then second is the definition of total internal reflection, then the condition for total internal reflection. ഒന്നാമത്തെ കണ്ടീഷൻ നമ്മൾ പറഞ്ഞു, the light must travel from denser medium into rarer medium. രണ്ടാമത്തെ കണ്ടീഷൻ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ദ ക്രിട്ടിക്കൽ ആംഗിൾ. അപ്പോൾ നമ്മൾ ഈ ടോപ്പിക്ക് ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ഓർത്തിരുന്നേക്കുക. സ്നെൽസ് ലോയുടെ രണ്ട് സ്റ്റേറ്റ്മെന്റ്. ഇനി റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ഡെഫിനിഷൻ, രണ്ട് രീതിയിലുള്ള ഡെഫിനിഷൻ. ഒന്ന് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സും രണ്ട് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സും. ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്തെല്ലാം കാര്യങ്ങളാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. വയലറ്റിനാണോ കൂടുതൽ, റെഡിനാണോ കൂടുതൽ. അപ്പോൾ അത് നമ്മളവിടെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞ അടുത്ത ടോപ്പിക്ക് പ്രകൃതിയിൽ നടക്കുന്ന മറ്റൊരു പ്രതിഭാസമാണ്. അതിൻ്റെ പേരാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഇതിൻ്റെ ആപ്ലിക്കേഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കഷൻ നടത്താം. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എഴുതി പഠിക്കുക, ക്രിട്ടിക്കൽ ആംഗിൾ എന്താണെന്ന് പഠിക്കുക, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ്റെ രണ്ട് കണ്ടീഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പഠിപ്പിച്ച് നിർത്തിയത്. അപ്പം നല്ല രീതിയിൽ എഴുതി പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാം.